ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ മഞ്ജൂസ് വ്ലോഗ്. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നിത്യവഴുതനങ്ങ ചെറുപയർ തോരനാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം, വളരെ ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. എന്താണെന്നറിയാമോ, ഇത് നിത്യവഴുതനങ്ങയാണ് കേട്ടോ. ഇതേപോലെ ഇരിക്കും. അപ്പോൾ ഇത് ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ്. അപ്പം നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ സൈഡും നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇത് കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ രീതിയിലല്ല ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിച്ചു തരാം. അപ്പം ഞാൻ ഇതേ രീതിയിലെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തോരൻ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുത്തു. 1 സ്പൂണ് കടുകിട്ടു. ഒരു 2 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില. ഇപ്പം കടുക് പൊട്ടിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ഈ നിത്യവഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് ആവിയിൽ തന്നെ ഇത് വേവിച്ചെടുക്കാവുന്നതാണ്. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഒരു മിക്സിയുടെ ജാർ എടുത്തു. അതിനകത്ത് ഞാനൊരു 3 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത്രയും വെളുത്തുള്ളി, 1 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ ഇത്രയും ചെറുപയർ വേവിച്ചതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിരുന്നതാണ്. അപ്പം അതും കൂടി ഇട്ട് കൊടുത്തു. അപ്പം നിങ്ങൾ ചെറുപയറിന് പകരം സവാള ഉള്ളിയിൽ അരിഞ്ഞിട്ടാലും മതി. അപ്പം സവാള ഉള്ളി ഇടുകയാണെങ്കിൽ കടുക് വറുക്കുമ്പോൾ നിങ്ങൾ ഉഴുന്ന് കൂടി ഇടണം കേട്ടോ. എങ്കിലേ തോരന് ടേസ്റ്റ് കാണുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് തുറന്ന് നോക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്യാം. വിറ്റാമിൻസും പ്രോട്ടീനും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ചെറുപയർ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. നമുക്ക് ഉപ്പ് കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ നിത്യവഴുതനങ്ങയും ചെറുപയറും ഇട്ട തോരൻ റെഡിയായിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്കുന്നുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം വളരെ ടേസ്റ്റിയായ നിത്യവഴുതനങ്ങ ചെറുപയർ തോരൻ റെഡിയായിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യാൻ മറന്നു പോകരുത്. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളെല്ലാം കാണണം. അപ്പം ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.